ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് മോർണിംഗ് മുതൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മൂവിങ് ഉണ്ടായിരുന്നില്ല, ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ഒരു റിവേഴ്സലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊരു സൈഡ് വൈസ് തന്നെയായിരുന്നു ഫുള്ളായിട്ട് നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു എൻട്രിയും എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലാണ് ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു എൻട്രി വന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ എനിക്ക് ആ മൂവിങ് ആവറേജിൻ്റെ അവിടേക്ക് ബ്രേക്ക് കിട്ടി താഴേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഒരു എൻട്രി ആയിട്ട് തോന്നിയത്. പക്ഷേ അവിടെ നിന്ന് ടൈം നോക്കുമ്പോൾ നമുക്ക് 2:30 ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എൻട്രി എടുക്കാതെ ഇന്നത്തെ ഒരു ദിവസം ഒരു ട്രേഡും ഇല്ലാതെ ഇരുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഒന്നും ഇന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് സൈഡ് വൈസ് ആണ്. ആ ഒരു റേഞ്ച് മൂവിങ് ആവറേജ്, പിന്നെ എൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച്, ആ റേഞ്ചിനുള്ളിൽ തന്നെ ഫുള്ള് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് ഫുള്ള് നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി എല്ലാം കൂടി നോക്കിയപ്പോൾ എനിക്കൊരു ഫുള്ളായിട്ടൊരു ഓക്കെ തോന്നിയില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നമ്മുടെ മൂവിങ് ആവറേജിലോ അല്ലെങ്കിൽ നമ്മുടെ CPI റേഞ്ചിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എൻട്രി എടുക്കുന്നതാണ്. അപ്പോൾ എനിക്കത് ഇന്നത്തെ ദിവസം അത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മൂവിങ് ആവറേജിൻ്റെയും CPRൻ്റെയും എല്ലാത്തിൻ്റെ ഇടയിൽ നമുക്ക് നിഫ്റ്റി കളിക്കുന്നു. ബാങ്ക് നിഫ്റ്റി എല്ലാം എൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലും CPR റേഞ്ചിൻ്റെ ഉള്ളിൽ മൂവിങ് ആവറേജിൻ്റെ ഉള്ളിൽ തന്നെ കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഒരു എൻട്രി എടുക്കാതെ ഇരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് സൈഡ് വൈസ് പോയി. ലാസ്റ്റ് വെച്ച് നിഫ്റ്റിയിൽ നല്ലൊരു ബ്രേക്ക് കിട്ടുകയും ചെയ്തു. ബ്രേക്ക് കിട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് 2:30 ടൈമായി. അപ്പോൾ ഇനി എടുത്തിട്ട് ചിലപ്പോൾ അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവും. 2:30 ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം വെക്കാനും പറ്റില്ല, ഹോൾഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഇഷ്യൂ കാരണം ഞാൻ എപ്പോഴും 2:30-ക്കൊന്നും ട്രേഡ് എടുക്കാത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെയും ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുക. ചലഞ്ചിൽ ഏകദേശം പകുതി ദിവസമായി, നമ്മുടെ 20 ദിവസത്തിൻ്റെ പകുതിയായി ഏകദേശം. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ട്രേഡിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നെയാണ്. 50% അടുത്തോളം നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലോസ് 3 ദിവസം ലോസ് വന്നു, 3 ദിവസം പ്രോഫിറ്റും വന്നു. 3 ദിവസം ലോസ് നോക്കുകയാണെങ്കിൽ 1.5K, 1.6K, 1.1K അങ്ങനെയുള്ള ലോസ് തന്നെയാണ് നമുക്ക് 3 ലോസും വന്നത്. പ്രോഫിറ്റ് എടുക്കുന്ന ടൈമിൽ നമുക്ക് 2K, 3.5K, 3.5K ആയിട്ടുള്ളതാണ് പ്രോഫിറ്റ്. അതായത് 1:2, 1:3 റേഷ്യോയിലാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്കൊരു 10 ലോസ് വന്നിട്ട് 50 ചാൻസിൽ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആവുകയാണെങ്കിൽ കൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നെയാണ്. അതായത് ക്യാപിറ്റൽ ഡബിൾ ആവുന്ന ട്രേഡ് തന്നെയാണ് നമ്മുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. 20 ട്രേഡിൽ അല്ലെങ്കിൽ എത്രയാണോ ട്രേഡ് എടുക്കുന്നത് 10 ട്രേഡിൽ 5 ലോസ് 5 പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ക്യാപിറ്റൽ ഡബിൾ ആവുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ സ്ട്രാറ്റജി നമ്മൾ വെല്ലായിട്ടും സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ സ്ട്രാറ്റജി തന്നെ സ്റ്റിക്കായി നിൽക്കുക. അഡീഷണൽ ഒരു ട്രേഡ് എടുക്കാതെ നല്ല രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ആ ട്രേഡ് എൻട്രി വരുന്ന ടൈമിൽ മാത്രം എടുക്കുക. ഒരു ദിവസം 1,000, 2,000 എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റായിട്ട് ഇറങ്ങാൻ പറ്റും. അതല്ലാതെ നമ്മൾ സ്കാൽപ്പ് ചെയ്യുന്ന പോലെ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് വൃത്തിയായിട്ടുള്ള ഡിസിപ്ലിനിൽ ആ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അത് സ്കാൽപ്പിംഗ് ആയിട്ട് അതിലും പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ഓരോ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലും ഇനി മേലേക്ക് പോകും, താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എടുത്ത് വെറുതെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ നമ്മൾ എൻട്രി എടുക്കുമ്പോഴാണ് നമുക്ക് ഫുള്ള് ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു വ്യൂവിൽ എപ്പോഴാണോ നമ്മുടെ ആ സ്ട്രാറ്റജി കറക്റ്റ് വർക്കാവുന്ന ആ ടൈമിൽ എൻട്രി എടുക്കുക. നമ്മുടെ കറക്റ്റായിട്ടുള്ള നമുക്കിനി ഒരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലെല്ലാം ഇഷ്ടംപോലെ സ്ട്രാറ്റജീൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതൊക്കെ നോക്കി നമുക്ക് ഇനി സ്കാൽപ്പിങ്ങിൻ്റെ ആണെങ്കിലും സ്കാൽപ്പിങ്ങിൻ്റെ നമുക്ക് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി യൂസ് ചെയ്യണമെങ്കിൽ അത് വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക.
അതായത് നമ്മൾ എപ്പോഴും ഓവർ ട്രേഡിങ് ചെയ്ത് ഉള്ള ക്യാപിറ്റൽ ഇല്ലാതാക്കാതെ ഇരിക്കുക. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് ചാലഞ്ചിൻ്റെ കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് തരുന്നത് എന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റാണ് എന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ ഞാൻ 10K വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ 10K നമുക്ക് എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ആക്കി തരുന്നു, എത്രത്തോളം ലോസ് ആക്കി തരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം പേഴ്സൻറ്റേജ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് ലോസ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കണം എന്ന് പറയണമെന്ന് നമുക്ക് ഈ ചാലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുക. സ്ഥിരം കാണാം, ഇഷ്ടമാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളത്തേക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇനി ട്രേഡ് എടുക്കാം.